Hello my dear students, welcome to another English class. In this class we are going to continue with the poetic features. We have discussed certain poetic features in the last class. So here let us see some more poetic features in this class. അടുത്ത നമ്മൾ കാണാൻ പോകുന്ന ഒരു പോയറ്റിക് ഫീച്ചറാണ് അലിറ്ററേഷൻ ആൻഡ് അസോണൻസ്. Alliteration and assonance. Have you heard of alliteration and assonance? I think you have studied already about alliteration and assonance. In the 8th standard also you have studied the same thing, alliteration and assonance. What is alliteration? Alliteration means the repetition of same sounds in a same line. ഒരു പോയത്തിൻ്റെ ഒരു വരിയിൽ തന്നെ ഒരേപോലെയുള്ള ശബ്ദം എന്നാണ് ഞാൻ പറഞ്ഞത്. വാക്കുകളോ അക്ഷരങ്ങളോ അല്ല, ഒരേപോലെയുള്ള ശബ്ദം റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ, ആവർത്തിക്കുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് അലിറ്ററേഷൻ. അലിറ്ററേറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ അർത്ഥം ശബ്ദങ്ങൾ ആവർത്തിക്കുക എന്നാണ് അർത്ഥം കേട്ടോ. അപ്പോൾ ഒരേ വരിയിൽ ശബ്ദങ്ങൾ ആവർത്തിക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് അലിറ്ററേഷൻ. നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം, നിങ്ങൾക്ക് പിടികിട്ടും. സെക്കൻഡ് സ്റ്റാൻസയിലെ തേർഡ് ലൈൻ നിങ്ങൾ നോക്കുക. സെക്കൻഡ് സ്റ്റാൻസയിലെ തേർഡ് ലൈൻ, ആൻഡ് മച്ച് ഇറ്റ് ഗ്രീവ്ഡ് മൈ ഹാർട്ട് ടു തിങ്ക്. ആൻഡ് മച്ച് ഇറ്റ് ഗ്രീവ്ഡ് മൈ ഹാർട്ട് ടു തിങ്ക്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, അതിൻ്റെ രണ്ടാമത്തെ വാക്ക് മച്ച് എന്നുള്ള വാക്കും മൈ എന്നുള്ള വാക്കും ഒന്ന് പറഞ്ഞു നോക്കിക്കേ. മച്ച് മൈ, മച്ച് മൈ അല്ലേ? നമ്മൾ റൈമിംഗ് വേർഡ്സ് കണ്ടുപിടിച്ചപ്പോൾ തന്നെ ഈ വാക്കുകൾക്കും പ്രത്യേകതയുണ്ട്. പക്ഷേ ഈ വാക്കുകൾ ഓരോ ലൈൻ്റെ അവസാനത്തിലല്ല, ആണോ? ആ വരിയിൽ തന്നെയാണ് ആവർത്തിച്ച് വന്നിരിക്കുന്നത്. മച്ച് മായി, ആ രണ്ട് വാക്കുകളുടെയും സ്പെല്ലിംഗ് അല്ല, ഞാൻ വീണ്ടും പറയുന്നു, സ്പെല്ലിംഗ് ഒരിക്കലും നിങ്ങൾ നോക്കരുത്. നിങ്ങൾ വാക്ക് പ്രൊനൗൺസ് ചെയ്യുമ്പോൾ, ശബ്ദം ഉച്ചരിക്കുമ്പോൾ, ആ മച്ച് എന്നുള്ള വാക്ക് ഉച്ചരിക്കുമ്പോൾ തുടങ്ങുന്ന ശബ്ദം മ ശബ്ദമാണല്ലേ? മലയാളത്തിൽ നമ്മൾ മ എഴുതുമ്പോൾ ഉപയോഗിക്കുന്ന മ ശബ്ദം, മച്ച് മ. വീണ്ടും മൈ എന്നുള്ളത് നോക്കിയാൽ നമുക്കറിയാം, മാ ശബ്ദത്തിലാണ് ആ വാക്ക് തുടങ്ങുന്നത്. മൈ എന്നുള്ള വാക്ക് തുടങ്ങുന്നത് മ ശബ്ദത്തിലാണ്. അപ്പോൾ മച്ച് എന്നുള്ള വാക്കിൻ്റെയും മൈ എന്നുള്ള വാക്കിൻ്റെയും ശബ്ദം ആരംഭിക്കുന്നത് ഏത് ശബ്ദത്തിലാണ്? മ. മച്ച് ഇറ്റ് ക്രേവ്ഡ് മൈ ഹാർട്ട്. മാ ശബ്ദം ആവർത്തിച്ച് വന്നിരിക്കുന്നു. അതുകൊണ്ട് ഇതിനെ നമുക്ക് എന്ത് വിളിക്കാം? ഇത് അലിറ്ററേഷൻ്റെ എക്സാമ്പിളാണെന്ന് വിളിക്കാം. മച്ച് മൈ. ക്ലിയർ ആയല്ലോ? പരീക്ഷയ്ക്ക് നിങ്ങളോട് അലിറ്ററേഷൻ എക്സാമ്പിൾ എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് രണ്ട് രീതിയിൽ എഴുതാം. ഒന്നുകിൽ നിങ്ങൾ ആ ലൈൻ കംപ്ലീറ്റ് എഴുതി വെക്കുക. ആൻഡ് മച്ച് ഇറ്റ് ഗ്രീവ്ഡ് മൈ ഹാർട്ട് ടു തിങ്ക് എന്നുള്ള ലൈൻ കംപ്ലീറ്റ് എഴുതി നിങ്ങൾ അലിറ്ററേഷൻ വരുന്ന വാക്കുകൾ അണ്ടർലൈൻ ചെയ്താൽ മതിയാവും, മച്ചും മൈയും. അതല്ലെങ്കിൽ ഏതൊക്കെ വാക്കുകളാണോ അലിറ്ററേറ്റ് ചെയ്യുന്നത് ആ വാക്കുകൾ മാത്രം എഴുതിയാലും മതി. ഏതൊക്കെയാണ്? മച്ച് മൈ. മച്ച് എന്നുള്ള ഒരു ഹൈഫൻ ഇട്ട് വെച്ച് മൈ എന്നെഴുതിയാൽ അതിൻ്റെ ആൻസറായി. അത് അലിറ്ററേഷനാണ്, മച്ച് ആൻഡ് മൈ. തൊട്ടടുത്ത ലൈനും കൂടെ നോക്കിക്കേ, വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വാട്ട് മാൻ ഹാസ് മെയ്ഡ് ഓഫ് മാൻ. വാട്ട് മാൻ ഹാസ് മെയ്ഡ് ഓഫ് മാൻ. അവിടെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവും, മാൻ എന്നുള്ളതിനകത്ത് മ ശബ്ദമുണ്ട്, മെയ്ഡിനകത്ത് മ ശബ്ദമുണ്ട്, വീണ്ടും എഗെയിൻ മാൻ ഉണ്ട്, മാനിനകത്തും മാ ശബ്ദമുണ്ട്. മാൻ ഹാസ് മെയ്ഡ് ഓഫ് മാൻ. ഇതും എന്തിൻ്റെ എക്സാമ്പിളാണ്? അലിറ്ററേഷൻ്റെ എക്സാമ്പിളാണ്. ക്ലിയർ ആയല്ലോ? യെസ്. ഇനി നമുക്ക് നോക്കാം എക്സാമ്പിൾ. ഇനിയുണ്ട്. നമ്മൾ താഴത്തെ ലൈനിലേക്ക് വന്നാൽ ലാസ്റ്റ് സ്റ്റാൻസയിലെ ലാസ്റ്റ് ലൈനിലും ഇതേ എക്സാമ്പിൾ, അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. വാട്ട് മാൻ ഹാസ് മെയ്ഡ് ഓഫ് മാൻ എന്നുള്ള ലൈൻ തന്നെ അത് റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുന്നതാണെങ്കിലും അതും എന്തിൻ്റെ എക്സാമ്പിളാണ്? അലിറ്ററേഷൻ്റെ എക്സാമ്പിളാണ്. ഇങ്ങനെ ഓർത്തോളുക, ഒരേ വരിയിൽ തന്നെ രണ്ടോ മൂന്നോ വാക്കുകളുടെ ആദ്യ ഭാഗത്തെ ശബ്ദങ്ങൾ റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ, ആവർത്തിക്കുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് അലിറ്ററേഷൻ. മറന്നു പോകത്തില്ലല്ലോ? ദിസ് ഈസ് അലിറ്ററേഷൻ. ഇപ്പം നിങ്ങൾക്ക് 4 ലൈനിൻ്റെ ഒരു സ്റ്റാൻസ തന്നിട്ട് ഇതിനകത്ത് അലിറ്ററേഷൻ കണ്ടുപിടിക്കാൻ തന്നാൽ ഒരിക്കലും നിങ്ങൾ മുകളിലും താഴെയുമുള്ള വരികളിൽ നിന്നല്ല കണ്ടുപിടിക്കേണ്ടത്, മറിച്ച് ഒരേ വരിയിൽ തന്നെ ഉണ്ടോ എന്ന് നോക്കുക. ശബ്ദങ്ങൾ ആവർത്തിച്ച് വരുന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ആദ്യ ഭാഗത്ത് അല്ലേ,
നിങ്ങൾ ആദ്യ ഭാഗത്ത് മാത്രം നോക്കിയാൽ മതി. ഓരോ വാക്കിൻ്റെ ആദ്യ ഭാഗത്ത് അതിൻ്റെ ഉച്ചാരണം ഒരേപോലെയാണെങ്കിൽ അതാണ് അലിറ്ററേഷൻ്റെ എക്സാമ്പിൾസ്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. എക്സാമ്പിൾ ഒന്നുകൂടെ ഞാൻ പറയാം. സെക്കൻഡ് സ്റ്റാൻസയിലെ തേർഡ് ലൈൻ മച്ച്, മൈ. ലാസ്റ്റ് ലൈനിലെ മാൻ ആൻഡ് മെയ്ഡ് ഓഫ് മാൻ, മ ശബ്ദം. ദിസ് ഈസ് അലിറ്ററേഷൻ. നമുക്കിനി പഠിക്കേണ്ടത് അലിറ്ററേഷൻ പോലെ തന്നെ മറ്റൊരു ഫീച്ചറാണ്. അതിൻ്റെ പേര് അസോണൻസ് എന്ന് പറയും. അസോണൻസ്. എന്തായിരുന്നു അലിറ്ററേഷൻ? Alliteration is the repetition of a sound in a same line. Assonance എന്ന് പറയുന്നതും it's the same thing, repetition of a sound, but specially assonance is the repetition of vowel sounds. Assonance is the repetition of vowel sounds. Do you know what are vowel sounds? Yes, you have studied A, E, I, O, U. These are vowel letters. A, E, I, O, U. What are vowel sounds? നമ്മൾ സാധാരണ വവൽ എന്ന് പറയുമ്പോൾ എ ഐ യു നിങ്ങളുടെ മനസ്സിൽ വരുന്നത് അല്ലേ? എ ഐ ഒ യു എന്നുള്ള അക്ഷരങ്ങളല്ല, എ ഐ ഒ യു കൊണ്ട് തുടങ്ങുന്ന ശബ്ദങ്ങളാണ് നമ്മൾ വവൽ ശബ്ദങ്ങൾ എന്ന് പറയുക. നമ്മൾ മലയാളത്തിൽ അക്ഷരം പഠിച്ചു തുടങ്ങിയത് ഏതൊക്കെ അക്ഷരമാണ്? ആ, ആ, ഇ ആണ് അല്ലേ? ഏറ്റവും എളുപ്പത്തിൽ ഓർത്തിരിക്കാനുള്ള മാർഗമാണ് വവൽ ശബ്ദങ്ങൾ എന്ന് പറഞ്ഞാൽ സ്വരാക്ഷരങ്ങളാണ്. മലയാളത്തിലെ സ്വരാക്ഷരങ്ങൾ ആ, ആ, ഇ, ഈ, ഉ, ഊ. എറു വേണ്ട, എറു കട്ട് ചെയ്തേക്കുക. എറു നമുക്ക് ഇംഗ്ലീഷിൽ വവൽ സൗണ്ട് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റത്തില്ല. ആ, ആ, ഇ, ഈ, ഉ, ഊ, എ, ഐ, ഒ, ഓ, ഔ. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയേ, എ, ഇ, ഐ, ഒ, യു ഒന്ന് പറഞ്ഞു നോക്കിയാൽ അറിയാം ഈ ശബ്ദങ്ങളാണ് അതിനകത്ത് വരിക അല്ലേ? ആ, ആ, ഇ, ഈ, ഉ, ഊ, എ, ഒ, ഓ, ഔ. ഇത്രയും ശബ്ദങ്ങളാണ് എ, ഇ, ഐ, ഒ, യു കൊണ്ട് നമ്മൾ കണ്ടുപിടിക്കുക. സോ അതുകൊണ്ടാണ് അവയെ വവൽസ് എന്ന് പറയുന്നത് കേട്ടോ. വവൽ സൗണ്ട്സ് റിപ്പീറ്റ് ചെയ്ത് വരുന്നതിനെ വിളിക്കുന്ന പേരാണ് അസോണൻസ്. അലിറ്ററേഷൻ നമ്മൾ പറയുന്നത് നമ്മൾ കോൺസണൻസ് സൗണ്ട്സ് ആയിരുന്നു. മലയാളത്തിൽ സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളും ഉണ്ട് അല്ലേ? ആ, ഐ എന്നുള്ളത് സ്വരാക്ഷരങ്ങളും മറ്റക്ഷരങ്ങൾ വ്യഞ്ജനാക്ഷരങ്ങളുമാണ്. ഇംഗ്ലീഷിൽ ഇതേപോലെ സ്വരാക്ഷരങ്ങളെ വവൽസ് എന്നും വ്യഞ്ജനാക്ഷരങ്ങളെ കോൺസണൻസ് എന്നും വിളിക്കും. കോൺസണൻസ് സൗണ്ട്സ് ആണ് റിപ്പീറ്റ് ചെയ്ത് വരുമ്പോൾ നമ്മളെ വിളിക്കുന്ന പേരാണ് നേരത്തെ നമ്മൾ പഠിച്ചല്ലോ അലിറ്ററേഷൻ. ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് അസോണൻസിനെ കുറിച്ചാണ്. അവിടെ റിപ്പീറ്റ് ചെയ്തിരിക്കുന്ന ശബ്ദം വവൽ സൗണ്ട്സ്. ഞാൻ നിങ്ങളൊരു എക്സാമ്പിൾ പറഞ്ഞ് മനസ്സിലാക്കാം. നിങ്ങളുടെ നമ്മുടെ പോയത്തിലെ ലാസ്റ്റ് സ്റ്റാൻസ നോക്കുക. ലാസ്റ്റ് സ്റ്റാൻസയിലെ ഫസ്റ്റ് ലൈൻ, ഇഫ് ദിസ് ബിലീഫ് ഫ്രം ഹെവൻ ബി സെൻറ്റ്. ഇഫ് ദിസ് ബിലീഫ് ഫ്രം ഹെവൻ ബി സെൻറ്റ്. ഈ സ്റ്റാൻസ നോക്കിയാൽ നിങ്ങൾക്കൊരു കാര്യം പിടികിട്ടും. ഇവിടെ ബിലീഫ് എന്നുള്ള വാക്കും ബി എന്നുള്ള വാക്കും, ബിലീഫും ബിയും, അത് രണ്ടും നമ്മൾ നേരത്തെ പഠിച്ച അലിറ്ററേഷൻ്റെ എക്സാമ്പിൾ ആണോ? എന്തുകൊണ്ടാണ്? അവിടെ ബിലീഫ് എന്നുള്ള വാക്ക് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ബ എന്ന ശബ്ദം കൊണ്ടാണ് അല്ലേ? ബ, ബിലീഫ്. ബി എന്നുള്ള വാക്കും സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ബ കൊണ്ടാണ്. ബ എഴുതിയാലേ ഉള്ളൂ നമുക്ക് വള്ളിയിട്ട് ബി ആക്കാൻ പറ്റുള്ളൂ ആണല്ലോ മലയാളത്തിൽ പറയുമ്പോൾ. അപ്പോൾ ബ ശബ്ദം രണ്ടിടത്തുമുണ്ട്, അതുകൊണ്ട് അത് അലിറ്ററേഷൻ്റെ എക്സാമ്പിളാണ്. ബട്ട് അറ്റ് ദ സെയിം ടൈം നിങ്ങൾ ആ വാക്കൊന്ന് വ്യക്തമായിട്ട് പറഞ്ഞു നോക്കിക്കേ. ബിലീഫ്, ബി, ബാ ശബ്ദം കഴിഞ്ഞ് വരുന്ന സ്വരാക്ഷരം എന്ന് പറയുന്നത് ഇ ആണ്. ബി, ഈ ശബ്ദം വരുന്നുണ്ടല്ലേ? അതുപോലെ രണ്ടാമത്തെ വേർഡായ ബി എന്നുള്ളതിനകത്ത് നോക്കി ബാ ശബ്ദം കഴിഞ്ഞാൽ വരുന്നത് ഇ ആണ്. ബി, ഈ എഴുതിയാൽ എന്താവുള്ളൂ? ബി എന്നാവുള്ളൂ ആണല്ലോ. ബിലീഫിനകത്തും ഇ ഉണ്ട്, ബിക്കകത്തും ഇ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ രണ്ട് വാക്കുകൾക്കകത്തും ഏത് സ്വരമുണ്ട്? ഇ എന്നുള്ള സ്വരം ആവർത്തിച്ച് വന്നിട്ടുണ്ട്. നമ്മുടെ നേരത്തെ പഠിച്ച പ്രകാരം സ്വരാക്ഷരമായ ഇ റിപ്പീറ്റ് ചെയ്താൽ അതിനെന്ത് വിളിക്കും? അസോണൻസ് എന്ന് വിളിക്കും. ഈ രണ്ട് വാക്കിലും ഈ ശബ്ദം അത് ആദ്യമാകണമെന്നില്ല, എവിടെ വേണമെങ്കിലും ആകാം കേട്ടോ. ആദ്യ ഭാഗത്താകണമെന്നില്ല, ഇടയ്ക്ക് ഭാഗത്താണെങ്കിലും മതി. ആ രണ്ട് വാക്കുകളുടെയും ഏതെങ്കിലും ഭാഗത്ത്
സ്വരാക്ഷരങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്നതിന് എ ഐ ഒ യു പോലുള്ള ശബ്ദങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് അസോണൻസ്. മറ്റൊരു എക്സാമ്പിളും കൂടെ നോക്കാം, നിങ്ങൾക്ക് പിടി കിട്ടും. നിങ്ങൾ ഫസ്റ്റ് സ്റ്റാൻസയിൽ നോക്കുക. ഫസ്റ്റ് സ്റ്റാൻസയിലെ സെക്കൻഡ് ലൈൻ, while in a grove I sat reclined. while in a grove I sat reclined. ഞാൻ ഇനി പറയുന്ന 3 വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിക്കുക. while I reclined, while I reclined. ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം, ഈ 3 വാക്കുകളിലും സ്വരാക്ഷരങ്ങൾ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ഏതായിരിക്കും? while I reclined. ശ്രദ്ധിച്ച് നോക്കിയേ, ഐ എന്നുള്ള സ്വരം ഈ 3 വാക്കുകളിലുമുണ്ട്. ഐ, വൈൽ എന്നുള്ളതിനകത്തുണ്ട് ഐ, വൈ, വൈ, വൈൽ. അപ്പോൾ അവിടെ എന്തുണ്ട്? ഐ ശബ്ദമുണ്ട് അല്ലേ? പിന്നെ ഐ, ഞാൻ എന്നുള്ള ഐ കണ്ടോ? വെറും ഐ. ഐക്കകത്തുണ്ട് ഒരു ഐ ശബ്ദം, വൈൽ, ഐ. റിക്ലൈൻഡ്, റിക്ലൈ, റിക്ലൈ, റിക്ലൈൻഡ്. ആ റിക്ലൈൻഡ് നാത്തിനകത്തും എന്തുണ്ട്? ഐ ശബ്ദമുണ്ട്. സോ ആ 3 വാക്കുകളിൽ വൈൽ, ഐ, റിക്ലൈൻഡ്, ഈ 3 വാക്കുകളിലും ഐ ശബ്ദം, മലയാളത്തിലെ ആ ഐക്കകത്തുള്ള ഐ ശബ്ദം അല്ലേ, ഐ ശബ്ദം 3 വാക്കുകളിലും ആവർത്തിച്ച് വന്നിട്ടുണ്ട്. അതുകൊണ്ട് അത് എന്തിൻ്റെ എക്സാമ്പിളാണെന്ന് നമുക്ക് പറയാൻ പറ്റും? അസോണൻസ്. അപ്പോൾ ഓർത്തോണം, എ ഐ ഒ യു മാത്രം നോക്കിയാൽ പോരാ, മലയാളത്തിലുള്ള സ്വരാക്ഷരമായ അ ആ ഇ ഈ എന്നുള്ള സ്വരാക്ഷരങ്ങളിലെ ഏതെങ്കിലും അക്ഷരം, ഏതെങ്കിലും ശബ്ദം എന്ന് തന്നെ ഓർത്തിരിക്കുക, ഏതെങ്കിലും ശബ്ദം പ്രൊനൗൺസിയേഷൻ റിപ്പീറ്റ് ചെയ്താൽ അതിനെ വിളിക്കുന്ന പേരാണ് അസോണൻസ്. അതുപോലെ ധാരാളം എക്സാമ്പിളുകൾ നമുക്ക് ഈ പോയിന്റിൽ നിന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും. നിങ്ങൾ ബാക്കിയുള്ള സ്റ്റാൻസുകളെല്ലാം ഒന്ന് പരിശോധിക്കുക. അതിനുശേഷം ഏതൊക്കെ ലൈനുകൾ ഇതുപോലെ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങളൊന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഇപ്പോൾ കാര്യം പിടികിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു എക്സാമ്പിൾ കൂടി പറയാം. പേജ് നമ്പർ 31 ഫസ്റ്റ് സ്റ്റാൻസ്, അതായത് തേർഡ് സ്റ്റാൻസയിലെ സെക്കൻഡ് സ്റ്റാൻസയിലെ ഫസ്റ്റ് ലൈൻ ഒന്ന് നോക്കുക. അവിടെ ടു ഹർ ഫെയർ വർക്ക്സ് ഡിഡ് നേച്ചർ ലിങ്ക് എന്നുള്ള 2 വാക്കുകളുണ്ട്, ഡിഡ് ആൻഡ് ലിങ്ക്. ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം, ഡിഡ് ഇതിനകത്ത് ഏതെങ്കിലും സ്വരാക്ഷരമുണ്ടോ? ഡ കഴിഞ്ഞിട്ട് ഇ, ഡി അല്ലേ, അപ്പോൾ ഡി വന്നു, ഡി. ലിങ്കിനകത്ത് ല കഴിഞ്ഞിട്ട് ഇ വന്നു, അപ്പോഴാണ് ലി ആയത്, ലിങ്ക്. അപ്പോൾ ഡിഡിനകത്ത് ഏത് ശബ്ദമുണ്ട്? ഈ ശബ്ദമുണ്ട്, ഡിഡ്, ഈ. ലിങ്കിനകത്ത് ഏത് ശബ്ദമുണ്ട്? ഈ ശബ്ദമുണ്ട്, ലിങ്ക്. ഡിഡ്, ലിങ്ക്, ഡിഡ്, ലിങ്ക്. രണ്ടിനകത്തും ഈ ശബ്ദമുള്ളതുകൊണ്ട് ആ 2 വാക്കുകളും എന്തിൻ്റെ എക്സാമ്പിളാണ്? അസോണൻസിൻ്റെ എക്സാമ്പിളാണ്. ക്ലിയർ ആയല്ലോ? അപ്പോൾ അതുപോലെ നമ്മൾ നോക്കിയാൽ ധാരാളം എക്സാമ്പിൾസ് അസോണൻസിന് അതുപോലെ അലിറ്ററേഷനും ഈ പോയത്തിൽ നിന്ന് കാണാൻ സാധിക്കും. അത് നിങ്ങൾക്കൊരു ആക്ടിവിറ്റിയാണ്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നോക്കി മറ്റ് വാക്കുകളും കൂടി, മറ്റ് അസോണൻസിൻ്റെയും അലിറ്ററേഷൻ എക്സാമ്പിളുകൾ കൂടി കണ്ടുപിടിച്ച് എഴുതുക. സോ ദിസ് ഈസ് അസോണൻസ്.